എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റാണ്. കുട്ടികളൊക്കെ പച്ചക്കറിയും മീറ്റും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊന്നും തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയോടൊപ്പം തന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ചേർക്കാം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പകരം മുളക് പൊടി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പാപ്രിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പാപ്രിക്കയും മുളക് പൊടിയും രണ്ടാണ്. സ്മോക്ക്ഡ് പാപ്രിക്കയാണ് നമ്മളിവിടെ ഇടുന്നത്. ഇത് ചുവന്ന കളറുള്ള ക്യാപ്സിക്കം ഉണങ്ങി പൊടിച്ചതാണ്, അത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 150 ഗ്രാം എല്ലില്ലാതെ ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും, അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മിൻസ്ഡ് മീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം നിങ്ങൾക്ക് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മളൊരു പകുതി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ഒരു ക്യാരറ്റ് ചെറുത് ചോപ്പ് ചെയ്തത്, അതുപോലെ 4-5 ബ്രൊക്കോളി പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറികൾ ഇടുന്നത്, അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ബാറ്ററിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറികളും ഒക്കെ ഇട്ട് കൊടുക്കാമെന്നാണ്. അതായത് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് 1/2 കപ്പ് മാവ് ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കി മാറ്റിയെടുക്കണം. അപ്പം ഇരട്ട സംഖ്യയിൽ ഉള്ള അളവിൽ കുഴച്ചെടുക്കാം. അതായത് നമുക്കിത് കവർ ചെയ്യാനുള്ളതാണ്, അപ്പം 2 എണ്ണം വേണം നമുക്ക്. അപ്പോൾ നമ്മളിതുപോലെ സൈസിലുള്ള ഉരുളകളാക്കി ഇപ്പം നമ്മളിപ്പം 3 ഇതിന് വേണ്ടിയിട്ടുള്ളത് ആക്കിയെടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പച്ചക്കറി ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളമാകാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടി വെച്ചതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്താനായിട്ട് പലകയൊന്നും വേണ്ട, നമുക്ക് കൈവച്ചിട്ട് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഗോതമ്പ് പൊടിയെക്കാട്ടിലും കൂടുതൽ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങായിരിക്കണം ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് കട്ടിയിലാണ് നമ്മളിത് പരത്തുന്നത്. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം പരത്തിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ്. ഇപ്പം ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സുമാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കട്ടിയിൽ നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടുക. കുറഞ്ഞ തീയിൽ 2 സൈഡും നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടച്ച് വെച്ച് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മറ്റ് കറികളൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഡിന്നറായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് കൂടുതൽ, അപ്പോൾ നല്ല കാർബാണ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കായിട്ടും
ഡിന്നർ റെസിപ്പി ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഇന്നലെ നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എഗ്ലെസ് പ്ലം കേക്ക്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്